ഹലോ. അങ്ങനെ കുറേ ദിവസങ്ങൾ കൂടിയിട്ട് ഒരു ലോങ് വീഡിയോയുമായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ഇതൊരു ഫോണ്ടൻ വർക്കാണ് കേട്ടോ. ഒരു 2 മണിക്കൂറോളം ചെയ്യാനെടുത്ത ഒരു ഫോണ്ടൻ വർക്ക് ഞാൻ ഷോർട്ടാക്കി ഒരു 3 മിനിറ്റിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഫോണ്ടൻ വർക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. നമുക്കൊരു ഫിഗർ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അത് എങ്ങനെ ചെയ്യണം, ഏതൊക്കെ കളേഴ്സ് വേണം, എല്ലാം ഒരു പ്ലാനിങ് ആണേ. ആ ഒരു പ്ലാനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ വന്നാൽ ഫിഗറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അത്യാവശ്യം നല്ല രീതിയിൽ കുളവാനുള്ള ടെൻഡൻസി കാണിക്കാറുള്ളൊരു സംഭവമാണ് ഈ പറയുന്ന ഫോണ്ടൻ വർക്ക്. ഈ ഒരു ഫിഗറിനാണെങ്കിൽ എനിക്ക് ഇത്രയും നാളുണ്ടായിട്ടും കിട്ടാത്ത ഒരു സംഭവമാണ് കേട്ടോ. സാധാരണ ഒരു ഗേളിൻ്റെ ഫിഗറിൻ ബോയ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു എപ്പോഴും വരാറ്. പക്ഷേ പിന്നെ അല്ലെങ്കിൽ അനിമൽസ്. പക്ഷേ ഈ ഒരു സംഭവം കിട്ടിയിരിക്കുന്നത് ആദ്യമായിട്ടാണേ. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമല്ലേ എന്താണെന്നുള്ളത്. അതെ, ഒരു ഷാർക്കിൻ്റെ തീമായിരുന്നു കേക്ക്. അപ്പോൾ എനിക്ക് കാണിച്ചു തന്നിരുന്ന എനിക്ക് റെഫറൻസ് തന്നിരുന്ന ആ ഒരു പിക്ചറിൽ ഉണ്ടായ ഷാർക്കിനെ ഞാൻ അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ട് വരുന്നൊരു ഫിഗറിനായതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് കേട്ടോ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ആക്ച്വലി ഒരു റെയിനി സീസണിൽ വന്നൊരു ഓർഡർ ആയിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ നല്ലൊരു ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം റെയിനി സീസണിലാകുമ്പോൾ ഈ ഹ്യൂമിഡിറ്റിയുടെയൊക്കെ പ്രശ്നം വരുമ്പോഴത്തേക്കും ഫോണ്ടൻ്റ് എപ്പോഴും സ്വെറ്റ് ആവാനുള്ള ടെൻഡൻസി കാണിക്കാറുണ്ട് കേട്ടോ. ആ ഒരു സ്വെറ്റിംഗ് പ്രോബ്ലം ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ സ്റ്റേജ് വരെ നമുക്ക് കിട്ടിയായിരുന്നു. എങ്കിലും വർക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. ഈ ഷാർക്കിനെ കൂടാതെ കുറച്ച് ടൈനി ഹൈലൈറ്റ്സ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിൽ. കുറച്ച് ഫിഷ്, അതേപോലെ ഷാർക്കിൻ്റെ വാല്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി. ഇതെല്ലാം കൂടി എടുത്ത ഒരു ടൈമാണ് ഞാൻ ഈ പറയുന്ന അറൗണ്ട് 2 hours. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫോണ്ടൻ വർക്ക് വരുന്ന കേക്കുകൾക്ക് ചാർജ് കൂടുതൽ ചെയ്യുന്നതെന്നുള്ളത് ഇപ്പോൾ ഏകദേശം ധാരണയിലായില്ലേ. നമ്മൾ ഇത്രയും ടൈം എടുത്ത് അതേപോലെ അത്രത്തോളം ക്വാണ്ടിറ്റി ഫോണ്ടൻ്റും കൂടി നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഫിഗറിൻ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. തന്നെയല്ല, അത്രത്തോളം എഫേർട്ട് നമ്മൾ ഇടുന്നുണ്ട്. ഇതിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ടൂൾസ്. ആക്ച്വലി ഇതിൽ ഞാൻ അങ്ങനെ കാര്യമായി ടൂൾസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ടൈനി ഇംപ്രഷൻസൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ ഒരു ടൂത്ത് പിക്ക് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ടൂൾസൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും ചില സമയത്തൊക്കെ നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയൊക്കെ ആവശ്യമേ വരാറുള്ളൂ. പിന്നെ ഗ്ലൗസിൻ്റെ കാര്യം ഒത്തിരി പേര് പറയാറുണ്ട് കേട്ടോ, ഗ്ലൗസ് ഇടുന്നതിൻ്റെ. പക്ഷേ എനിക്ക് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും നീറ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. എന്തോ ഞാനും ഗ്ലൗസുമായിട്ട് അങ്ങ് സെറ്റ് ആവാറില്ല. പക്ഷേ ഞാൻ നന്നായിട്ട് കൈയൊക്കെ വാഷ് ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാറ്. ഈ ഒരു വർക്ക് തന്നെയല്ല, ഏത് വർക്കാണെങ്കിലും. ഞാൻ ഇതിന് മുന്നേ ചെയ്തിരിക്കുന്ന കുറച്ച് വർക്കുകൾ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കണേ. ബൈ നൗ. ദിസ് ഇസ് ലിറ്റൻ സൈനിങ് ഓഫ് ഫ്രം C4Cakes by Litten. Thank you.